മോട്ടറിലോട്ടുള്ള കണക്ഷൻ, ഫ്രണ്ട് വീലിലോട്ടുള്ളത്, പിന്നെ ഇത് ബാറ്ററിയിൽ നിന്ന് വരുന്നത്, പിന്നെ അതുപോലെ തന്നെ ഇത് ബാക്ക് വീലിൻ്റെത്, ബാക്ക് മോട്ടർ, അതാണ് പവർ വരുന്നത് ഒന്ന്. അപ്പോൾ നമുക്ക് ഈ ബാക്ക് വീലിലോട്ട് പോകുന്ന റെഡ് യെല്ലോ ഉള്ള കണക്ഷൻ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് രണ്ടാമത്തെ വെഹിക്കിളിലോട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ അതിൻ്റെതും നമ്മൾ ബാക്കിലുള്ള ഗിയർ ബോക്സ് പോലത്തെ ആ ഒരു സെക്ഷൻ അയച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പോലെ തന്നെയാണ് ഇത്, നമ്മുടെ ഫസ്റ്റ് വെഹിക്കിളിൻ്റെ ആണ്. അപ്പോൾ നമ്മളതിൻ്റെ മോട്ടർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മറ്റേതിനകത്തുനിന്ന്. പിന്നെ നമ്മൾ പുതിയ കാറിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത്, ജസ്റ്റ് ഒന്ന് വയർ ടച്ച് ചെയ്ത് വെച്ചിട്ട് നമ്മളൊന്ന് വർക്ക് ചെയ്ത് നോക്കുകയാണ് വർക്കിംഗ് ആവുന്നുണ്ടോയെന്ന്. അപ്പോൾ ആ സമയത്ത് ഓക്കെ, പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം പവറിൽ തന്നെ മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സമയത്തും നമ്മുടെ പഴയ മോട്ടർ സ്റ്റിൽ സ്റ്റക്കായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതിനൊരു വൈബ്രേഷൻ വരുന്നത് മറ്റേ പുതിയ മോട്ടർ കറങ്ങുന്ന സമയത്തുള്ള വൈബ്രേഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് അതിലുള്ള മോട്ടറിന് ഈ ഒരു ഇതാണ് അതിലുണ്ടായിരുന്ന പഴയ വണ്ടിയിലുണ്ടായിരുന്ന മോട്ടർ, അതെടുത്തിട്ട് നമുക്ക് ഈ പുതിയ വാഹനത്തിൽ വെക്കാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ ജസ്റ്റ് ഈ മെയിൻ കമ്പാർട്ട്മെൻറ്റ് അയച്ചെടുക്കണം. കാരണം അവിടെയാണ് കണക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്ന് സ്ക്രൂ ചെയ്തിട്ട് അയച്ചെടുത്ത്, അപ്പോൾ ഇതാണ് അതിൻ്റെ ബോർഡ് കാര്യങ്ങളൊക്കെ വരുന്നത് റിമോട്ടിൻ്റെ. അപ്പം അവിടെ നമുക്ക് റിമോട്ട് സെഷൻ്റെ ഒരു ബോർഡ്, അതുപോലെ തന്നെ ബാക്ക് വീലിലോട്ടുള്ള ഒരു വയർ കണക്ഷൻ, ഫ്രണ്ട് വീലിലോട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷാഫ്റ്റൊക്കെ വരുന്നത്. അപ്പോൾ അത് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു 2 നോബുകളൊക്കെ ഉണ്ട് അതിനകത്ത്. നമുക്കിത്